ചോദ്യം: താഴെ പറയുന്നവയിൽ പരിപക്വനവും പഠനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ശരിയായത് ഓപ്ഷൻ ബി ആണ്. പരിപക്വനം പഠനത്തിൻ്റെ മുൻ ഉപാധിയാണ്. പരിപക്വനം പഠനത്തിൻ്റെ മുൻ ഉപാധിയാണ്. അടുത്ത ചോദ്യം: കുട്ടി സ്വയം കേന്ദ്രിതമായി തോന്നുന്ന വികാസഘട്ടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആദ്യ ബാല്യം. ആദ്യ ബാല്യത്തിലാണ് കുട്ടി സ്വയം കേന്ദ്രിതമായിട്ട് തോന്നുന്ന വികാസഘട്ടം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായത് ഓപ്ഷൻ സി ആണ്. നിരീക്ഷണ പഠനം, BF സ്കിന്നർ. അത് തെറ്റായ ജോഡിയാണ്. ശരിയായത് കണ്ടെത്തൽ പഠനം, ജെറോമസ് ബ്രൂണറാണ്. അർത്ഥപൂർണമായ പഠനം, സ്വീകരണ പഠനം എന്ന് പറയുന്നത് ഡേവിഡ് ഒസുബലാണ്. ശ്രമപരാജയ പഠനം ടൊണ്ടേയ്ക്കാണ്. ഇത് മൂന്നും ശരിയാണ്. നിരീക്ഷണ പഠനം, BF സ്കിന്നർ എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്ത ചോദ്യം: പഠന ബോധന പ്രക്രിയയിൽ അസിസ്റ്റീവ് സാങ്കേതികവിദ്യ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവരിൽ എല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പഠന വൈകല്യമുള്ളവരിൽ, കാഴ്ച വൈകല്യമുള്ളവരിൽ, കേൾവി തകരാറുള്ളവരിലൊക്കെ അസിസ്റ്റീവ് സാങ്കേതികവിദ്യ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത്: ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവ്രജന ചിന്തനമാണ്. വിവ്രജന ചിന്തനം. ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവ്രജന ചിന്തനമാണ്. അടുത്ത ചോദ്യം: ഏത് തരം വിലയിരുത്തലാണ് പഠിതാക്കളുടെ പഠന പരിമിതികളും പഠന പ്രയാസങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തൽ. ഏത് തരം വിലയിരുത്തലാണ് പഠിതാക്കളുടെ പഠന പരിമിതികളും പഠന പ്രയാസങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തലാണ്. പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തൽ. അടുത്ത ചോദ്യം: ബുദ്ധിപരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താവുന്നത് എന്താണ്? മേൽ പറഞ്ഞവയെല്ലാം കണ്ടെത്താം. വ്യക്തി വ്യത്യാസങ്ങൾ കണ്ടെത്താം, ബുദ്ധിമാന്ദ്യം കണ്ടെത്താം, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയും കണ്ടെത്താം. അപ്പോൾ ബുദ്ധിപരീക്ഷ നടത്തുന്നതിലൂടെ നമുക്ക് വ്യക്തി വ്യത്യാസം കണ്ടെത്താം, ബുദ്ധിമാന്ദ്യം കണ്ടെത്താം, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ കണ്ടെത്താം. അടുത്ത ചോദ്യം: മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ ബേബി ടോക്ക് അതുപോലെ സംസാരിക്കുന്നു. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏതു തരം സമായോജന തന്ത്രമാണ്? അത് പാശ്ചാത്ഗമനമാണ്. ഓപ്ഷൻ ബി പാശ്ചാത്ഗമനമാണ്. മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏതു തരം സമായോജന തന്ത്രമാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ് സമായോജന തന്ത്രങ്ങൾ. അപ്പോൾ അത് പാശ്ചാത്ഗമനം. പിന്നോക്കക്കാരായ കുട്ടികൾ എന്നാൽ മന്ദപഠിതാക്കളാണ്. ഓപ്ഷൻ എ മന്ദപഠിതാക്കൾ. അടുത്തത്: വികാരങ്ങളായ കോപം, അസൂയ, വെറുപ്പ് എന്നിവ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് വികാരങ്ങൾ എന്നാണ്. പോസിറ്റീവ് വികാരങ്ങൾ. കോപം, അസൂയ, വെറുപ്പ് ഇതൊക്കെ പൊതുവെ അറിയപ്പെടുന്നത് പോസിറ്റീവ് വികാരങ്ങൾ എന്നാണ്. താഴെ പറയുന്നവയിൽ പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? അല്ലാത്തത് ശരാശരിയിൽ താഴ്ന്ന ബുദ്ധി നിലവാരം. അത് ഒരു പഠനവൈകല്യമുള്ള കുട്ടീൻ്റെ സവിശേഷതയല്ല. പഠനവൈകല്യമുള്ള കുട്ടിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ശ്രദ്ധാ വൈകല്യം ഉണ്ടാവും, എഴുത്തിലും വായനയിലുമുള്ള പ്രയാസങ്ങളുണ്ടാവും, ഗണിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പ്രയാസം ഉണ്ടാവും. താഴെ പറയുന്ന പ്രക്രിയകളിൽ ഏതാണ് സാമൂഹ്യവൽക്കരണവുമായി അടുത്ത ബന്ധമുള്ളത്? സാംസ്കാരിക സ്വാംശീകരണമാണ്. സാംസ്കാരിക സ്വാംശീകരണത്തിനാണ് താഴെ പറയുന്നതിൽ സാമൂഹ്യവൽക്കരണവുമായിട്ട് അടുത്ത ബന്ധമുള്ളത്. സാംസ്കാരിക സ്വാംശീകരണം. അടുത്ത ചോദ്യം: ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ പെരുമാറ്റം അതായത് ബിഹേവിയർ പരിമാണാത്മകമല്ല. കാരണം എന്താണ്? ഓപ്ഷൻ എ പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന വിന്യാസ രീതിക്കനുസരിച്ചാണ്. അപ്പോൾ അവർ പറയുന്നത് പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന വിന്യാസ രീതിക്കനുസരിച്ചാണ് എന്നാണ്. അടുത്ത ചോദ്യം: ഒരു ബീജഗണിത ക്ലാസ്സിൽ പ്രശ്ന പരിഹരണത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? അൽഗോരിതം രീതിയാണ്. അൽഗോരിതം രീതിയിലാണ് ഒരു ബീജഗണിത ക്ലാസ്സിൽ പ്രശ്ന പരിഹരണത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ രീതി അൽഗോരിതം. സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് സിദ്ധാന്തത്തിൻ്റെ ഘടകങ്ങളാണ് സന്മാർഗാത്മക ബുദ്ധി, പ്രായോഗിക ബുദ്ധി, കൂടാതെ വിശകലനാത്മക ബുദ്ധി. അപ്പം ആ ഓപ്ഷനിൽ വിശകലനാത്മക ബുദ്ധി കൂടി ഉണ്ട് അതിൽ. അപ്പോൾ സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് സിദ്ധാന്തങ്ങളിലെ ഘടകങ്ങൾ ഒന്ന് സർഗാത്മക ബുദ്ധി, പ്രായോഗിക ബുദ്ധി, പിന്നെ വിശകലനാത്മക ബുദ്ധി. ഈ 3 ബുദ്ധിയാണ് ട്രയാർക്കിക് സിദ്ധാന്തത്തിൻ്റെ ഘടകങ്ങൾ. അടുത്ത ചോദ്യം: ശ്രേണീകരണത്തിനുള്ള കഴിവും പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവും വളർന്നു വരുന്ന കാലഘട്ടമാണ് സമൂർത്ത ചിന്തനഘട്ടം. ശ്രേണീകരണത്തിനുള്ള കഴിവും പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവും വളർന്നു വരുന്ന കാലഘട്ടമാണ് സമൂർത്ത ചിന്തനഘട്ടം. ഒരു കുട്ടിയുടെ സമഗ്രമായ ചിത്രം നൽകുന്ന രേഖയാണ് ക്യുമുലേറ്റീവ് രേഖ. ഒരു കുട്ടിയുടെ സമഗ്രമായ ചിത്രം നൽകുന്ന രേഖയാണ് ക്യുമുലേറ്റീവ് രേഖ.
അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം? ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് സുരക്ഷിതത്വം. മനഃശാസ്ത്രജ്ഞർ പ്രക്ഷേപണ ശോധകങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അബോധ അഭിപ്രേരണ കണ്ടെത്താനാണ് മനഃശാസ്ത്രജ്ഞർ പ്രക്ഷേപണ ശോധകങ്ങൾ ഉപയോഗിക്കുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് വികാരങ്ങളുടെ 3 സവിശേഷതകളിൽ പെടാത്തത്? ശ്രദ്ധയാണ്. ബാക്കി വ്യക്തിഗത അനുഭവം, പെരുമാറ്റം, ശാരീരിക പ്രതികരണം, ഇതൊക്കെ വികാരങ്ങളുടെ സവിശേഷതകളാണ്. അടുത്ത ചോദ്യം, ഈ കുട്ടി ഏത് കളിപ്പാട്ടം കിട്ടിയാലും ഉള്ളു തുറന്ന് പരിശോധിച്ച് ചീത്തയാക്കുന്നു. ഒരമ്മയുടെ പ്രതികരണമാണിത്. കുട്ടിയുടെ ഏത് വികാസ സവിശേഷതയാണ് ഈ പ്രവൃത്തിക്ക് കാരണം? ഉത്തരം ഓപ്ഷൻ ബി, ജിജ്ഞാസയാണ്. ജിജ്ഞാസ ഉള്ളത് കൊണ്ടാണ് കുട്ടി കളിപ്പാട്ടം വലിച്ചു കീറി പരിശോധിക്കുന്നത്. അടുത്തത്, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ തെറ്റായ ജോഡി ടൈപ്പ് സമീപനം, ആൽപോർട്ട്, അതാണ് തെറ്റായ രീതി. ശരിയായത് മനോവിശകലന സമീപനം, ഫ്രോയിഡ്. മാനവികതാവാദം, കാൾ റോജേഴ്സ്. വ്യവഹാര സമീപനം, BF കിന്നർ. ഇതാണ് ശരിയായിട്ടുള്ള ജോഡികൾ. താഴെ പറയുന്നവയിൽ വികാസപരമായ വൈകല്യത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ. ഏത് പ്രായത്തിലാണ് കുട്ടി കർമ്മോത്സുകത, അപകർഷത എന്ന സന്നിഗ്ധത്വം അഭിമുഖീകരിക്കുന്നത്? 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അടുത്തത്, ഭാഷാ വികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിൻ്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതറിയപ്പെടുന്നത് എന്താണ്? ഹോളോ ഫ്രേസ് എന്നാണ്. ഹോളോ ഫ്രേസ്. താങ്ക് യു.